കൂടത്തായി കൊലപാതക പരമ്പരയിൽ റോയ് തോമസിൻ്റേത് സയനൈഡ് ഉള്ളിൽ ചെന്നുള്ള മരണം എന്ന് സ്ഥിരീകരിച്ചതായി ഫോറൻസിക് സർജൻ കോടതിയിൽ. വിഷയത്തിൽ ഡോക്ടർ പ്രസന്നൻ കോടതിയിൽ മൊഴി നൽകി. റോയ് തോമസ് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു എന്നായിരുന്നു പ്രതി ജോളിയുടെ മൊഴി. അതിനിടയിലാണ് ഈ ഫോറൻസിക് സർജൻ കോടതിയിൽ ഇങ്ങനെ മൊഴി നൽകിയിരിക്കുന്നത്. ഈ കേസിൻ്റെ വിചാരണയടക്കം നടക്കുന്ന ഘട്ടമാണ്. വിചാരണ അതിൻ്റെ നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സമയം കൂടിയാണ്. അതിനിടയിൽ ഈ ഫോറൻസിക് സർജൻ്റെ മൊഴി കോടതിയെ അറിയിക്കുന്ന വിവരങ്ങൾ അത് ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ്. ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഹദ്, വിവരങ്ങൾ എന്താണ് ഷഹദ്? രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സമയത്ത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് കൂടത്തായി കൊലപാതക പരമ്പര. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് ഇപ്പോൾ ഇന്ന് പുറത്തു വന്നിട്ടുള്ളത്. അതായത് ജോളിയുടെ ഭർത്താവായിരുന്ന റോയ് തോമസിന്റെ മരണം ഹൃദയാഘാതം എന്നായിരുന്നു ആദ്യഘട്ടത്തിലൊക്കെ ജോളി പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം ഈ കേസിന്റെ ഹിയറിംഗ് ഇപ്പോൾ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടം സർജൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇന്ന് കോടതിയിൽ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് റോയ് തോമസ് മരിച്ചിട്ടുള്ളത് സയനൈഡ് ഉള്ളിൽ ചെന്നിട്ടാണ് എന്ന കാര്യം ഇന്ന് ഡോക്ടർ മൊഴി നൽകിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിൽ ഇത് വ്യക്തമായതായി പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയെ അറിയിക്കുകയും ചെയ്തു. ഡോക്ടർ പ്രസന്നനാണ് ഇന്ന് കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട മൊഴി നൽകിയിട്ടുള്ളത്. റോയ് തോമസ് ഹൃദയാഘാതം വന്ന് മരിച്ചു എന്നുള്ളതായിരുന്നു ജോളി തുടക്കം മുതൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ കേസിൽ ആദ്യഘട്ടത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്ന ഡോക്ടർ അദ്ദേഹം മരിച്ചുപോയി. പിന്നീടാണ് പുതിയ ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ കേസിന്റെ വാദം നടക്കുന്ന ഘട്ടത്തിൽ ഇത്തരമൊരു വെളിപ്പെടുത്തൽ ഇപ്പോൾ ഡോക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഷാദി, കേസുമായി ബന്ധപ്പെട്ട് എന്താണ് ഈ റോയ് തോമസിൻ്റെ കാര്യത്തിൽ എന്താണ് ഈ കൊലപാതകത്തിന് കാരണമായത് എന്നത് സംബന്ധിച്ചൊക്കെ പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ നേരത്തെ നമ്മൾ ഈ കേസുമായി ബന്ധപ്പെട്ട് കേട്ടതാണ്. അതിൽ തന്നെ ആ കൊലപാതകത്തിൻ്റെ കാരണം എന്നുള്ള നിലയിൽ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷയിൽ അക്കമിട്ട് നിരത്തിയ ചില കാരണങ്ങളുണ്ട്. അതിൽ ഈ ജോളിക്ക് റോയിയുടെ ശീലങ്ങൾ പലതും ഇഷ്ടമായിരുന്നില്ല. ജോളിയുടെ ജീവിതം, ആ ജീവിത ശൈലി അത് നിരന്തരമായി റോയ് തോമസ് എതിർത്തിരുന്നു. അങ്ങനെ ഈ കൊലപാതകത്തിൻ്റെ കാരണം സംബന്ധിച്ച കാര്യങ്ങൾ കൂടി ഓർമ്മയിലേക്ക് വരികയാണല്ലോ ഷാ. തീർച്ചയായും. കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഭർത്താവ് റോയ് തോമസ് മരിക്കുന്ന ഘട്ടത്തിൽ ജോളി ഒരിക്കൽ പോലും ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. തുടക്കം മുതൽ തന്നെ ഇതിനെ എതിർത്തിട്ടുണ്ടായിരുന്നു ജോളി. അങ്ങനെ ആ കുടുംബത്തിൽ തന്നെ പലർക്കും ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ ആ ഘട്ടത്തിൽ തന്നെ തോന്നുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ഈ കേസിന്റെ നാൾ വഴി പരിശോധിക്കുന്ന ഘട്ടത്തിൽ പലരും അത്തരത്തിൽ മൊഴി പോലീസിന്, അന്വേഷണ സംഘത്തിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. കാരണം അന്ന് ഏറ്റവും കൂടുതൽ എതിർത്തിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിൽ ജോളിയാണ് എന്നുള്ളതാണ്. എന്നാൽ അന്നത് വലിയ കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ആ കേസുമായി ബന്ധപ്പെട്ട്, കാരണം അത് സാധാരണഗതിയിൽ ഹൃദയാഘാതമാണ് എന്ന് കുടുംബവും അന്നത് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ വിശദമായിട്ട് ഈ കേസിൽ അന്വേഷണം നടത്തിയ ഘട്ടത്തിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ റോയ് തോമസ് മരിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ സയനൈഡ് ഉള്ളിൽ ചെന്നിട്ടാണ് എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു സ്ഥിരീകരണം, അത് ഈ സംഭവം നടന്ന ഇതിന്റെ വാദം നടക്കുന്ന ഘട്ടത്തിലാണ് അതിലിപ്പോൾ ഡോക്ടർ തന്നെ ഇത് സ്ഥിരീകരിക്കുന്നത് എന്നുള്ളതാണ്. റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മരണത്തിലേക്ക് അല്ലെങ്കിൽ കൊലപാതകത്തിലേക്ക് നയിച്ചത് പ്രധാനമായിട്ടും ഈ ജോളിയുടെ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ജോളിയുടെ ജീവിത ശൈലിയുമാണ്. കാരണം മദ്യപാനിയായിരുന്നു റോയ് തോമസ് എന്നുള്ളത് അറിയാം എല്ലാവർക്കും. പക്ഷേ അപ്പോഴും ഈ ജോളിയുടെ പ്രവർത്തനം, ജോളി പതിവില്ലാതെ പല ആളുകളുമായി പോയി കാണുന്നു, അതുപോലെ തന്നെ വിവിധ ഇടങ്ങളിൽ പോകുന്നു വരുന്നു. അങ്ങനെ ഈ റോയി പറയുന്ന തരത്തിലൊന്നും തന്നെ ജോളി കേൾക്കാതെ വരുന്നു. മാത്രമല്ല ഇതിൽ പക തുടർച്ചയായിട്ട് ജോളിക്ക് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരു സാഹചര്യം. ശരി, റോയ് തോമസിന്റെ മരണം അത് സയനൈഡ് ഉള്ളിൽ ചെന്ന് തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്ന കാര്യം ഫോറൻസിക് സർജൻ കോടതിയിൽ അറിയിക്കുകയാണ്. വിചാരണ നടക്കുന്ന ഘട്ടത്തിൽ വളരെ പ്രധാനമാണ് ഈ ഫോറൻസിക് സർജന്റെ കോടതിയിൽ നൽകിയിരിക്കുന്ന മൊഴി.